നോക്കൂ ശരത്, ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ബ്രേക്കിംഗ് വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ശശി തരൂർ നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുമായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും തനിക്ക് സംസാരിക്കണം, അതിനുവേണ്ടി അദ്ദേഹം സമയം ചോദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നമ്മൾ ഇന്നലെ വിഷയത്തിലൊക്കെ സംസാരിച്ചതാണ്. നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് തന്നെയല്ല, ഇവിടെ വീട്ടിൽ പോകുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ചോദിക്കവേ നിലമ്പൂരിൽ തന്നെ ഇലക്ഷൻ പ്രചരണത്തിന് വിളിച്ചിട്ടില്ല, തനിക്കത് അറിയില്ല, പക്ഷേ കോൺഗ്രസ് പാളയത്തിൽ തന്നെ താൻ ഉണ്ടാവും, കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ശശി തരൂർ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസം മൂന്നക്കർ ഓൾ പാർട്ടി ഡെലിഗേഷൻ നടന്നു, അവർ തിരികെ വന്നിട്ട് 2 ആഴ്ചയ്ക്കപ്പുറമാവുന്നു. ഇങ്ങനൊരു ഘട്ടത്തിൽ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂർ സംസാരിച്ചിരുന്നുമില്ല. ശശി തരൂരിനെ കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ എല്ലാവരും ബിജെപിയുടെ സ്പോക്ക് പേഴ്സൺ എന്ന് വിളിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് താൻ കോൺഗ്രസിൽ തന്നെയാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ താൻ പറയുന്ന വിഷയത്തിൽ അതുപോലെ തന്നെ സംസാരിക്കാൻ ഒരു വിലപേശലിന്റെ സാധ്യതകൾ കൂടി മുൻനിർത്തിക്കൊണ്ട് തനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ഒരു പൊസിഷൻ വേണം, തനിക്ക് അതിനുള്ളൊരു ആംബിയർ ഉണ്ട്, അല്ലെങ്കിൽ താൻ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് താൻ വന്നിരിക്കുന്നുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ചടുലമായ നീക്കമാണോ എന്ന് പോലും അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ ഈ ഒരു മാറ്റത്തെ. നമ്മൾ ഇവിടെ തരൂരിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ കോൺഗ്രസ്സുകാർക്ക് പോലെയുള്ള ആത്മവിശ്വാസം, തരൂർ ഒരിക്കലും പാർട്ടി വിട്ടു പോകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ആത്മാർത്ഥതയുണ്ട്. മാത്രമല്ല BJP-യിലേക്ക് നമ്മൾ പറയെങ്കിൽ പോലും ശശി തരൂർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് തനിക്ക് രാജ്യമാണ് വലുത്, അതുപോലെ തന്നെ മതേതരത്വം വലുതാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ BJP നമ്മൾ അതിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകേണ്ട, അതിനകത്ത് എന്താണ് അതിൻ്റെ ആശയമൊന്നും പറയില്ല. പക്ഷേ എന്നാൽ പോലും തൻ്റെ ഒരു നിലപാട്, തൻ്റെ ഒരു കുടുംബപരമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത്, മാത്രമല്ല കോൺഗ്രസിൽ നിന്നാൽ അതിൽ നിന്ന് തന്നെ തനിക്ക് പൊരുതാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം, അതെല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് ശശി തരൂരിനോട് മുഖം കടുപ്പിച്ച് പറഞ്ഞാലും ശശി തരൂർ പോവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇതുണ്ട് മൊത്തത്തിൽ. അതുകൊണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി അടക്കം ഇതിനു മുമ്പ് ചർച്ചകൾ നടത്തിയപ്പോൾ പോലും ശശി തരൂരിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. അവിടെ ശശി തരൂർ പറഞ്ഞൊരു കാര്യം, അവിടെയും ശശി തരൂരിന്റെ കാര്യം എന്ന് വെച്ചാൽ മെറിറ്റിനനുസരിച്ചുള്ള യോഗ്യത, അതായത് യോഗ്യത അനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾ വേണം പാർട്ടിയിലുള്ള മെമ്പർമാർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാൻ പറയാം. ഇപ്പോൾ ഇതിനകത്ത് എത്രയോ വർഷം നിൽക്കുന്നവരായിരിക്കും ഇതിനകത്ത് വരുന്നത്, പക്ഷേ അവർക്ക് സ്കില്ല് കാണില്ല, അതിനകത്ത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ഒരു യോഗ്യതയുള്ള ആൾക്ക് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്ക് കൊടുക്കണം എന്നുള്ളൊരു നിലപാടുകാരാണ് ശശി തരൂർ. കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായിട്ട് കണ്ടെത്തി ശശി തരൂരിന് കൊടുക്കേണ്ടത് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ശശി തരൂരിന് പോയാലും പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. അതായത് കോൺഗ്രസിൽ അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് തോന്നുന്നു അധ്യക്ഷ സ്ഥാനത്തിൽ ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് ഒരാൾ വന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആൾ കൂടിയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തലായി പോകും. കാരണം എവിടെയാണ് കോൺഗ്രസിന് പാളിയത് എന്നുള്ള കാര്യം. മാത്രമല്ല നമ്മുടെ ഈ ഒരു വിഷയം, ഈ ഒരു പാകിസ്ഥാനുമായിട്ട് നടന്ന ഒരു സംഘർഷത്തിന്റെ വിഷയം കോൺഗ്രസ് ഹാൻഡിൽ ചെയ്തത് വളരെ മണ്ടത്തരമെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അത് ചിലപ്പോൾ ശശി തരൂർ പറയുമായിരിക്കും. അതായത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, കോൺഗ്രസ് പാളിയത് എവിടെ, ഇതൊക്കെ കൃത്യമായിട്ട് ധാരണ കൊടുക്കുമായിരിക്കും. അത് പക്ഷെ കേൾക്കാനൊരു മനസ്സ് വേണം. അത് തെറ്റ് തിരിച്ചറിയാനുള്ള ആർജവം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ചർച്ച ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ഇനിയും പിടിവാശി, താൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് കാര്യമില്ല. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, കാലത്തിനനുസരിച്ച് രാഷ്ട്രീയത്തിന് മാറ്റം വരേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഗാന്ധി കുടുംബത്തിന് അധീനതയിലല്ല കോൺഗ്രസ് എന്നൊരു കാര്യം കൂടി ശശി തരൂർ ഒരുപക്ഷെ ഓർമ്മിപ്പിച്ചേക്കും. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ചർച്ച കൊണ്ട് ഫലമുണ്ടാകൂ. അതിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായാൽ മാത്രമേ ശശി തരൂർ ഇവിടെ ഇനി കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കണമോ അതോ സ്വതന്ത്രമായി BJP-യിലേക്ക് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഒരു സ്വതന്ത്ര പാർട്ടിയായിട്ട് മാറാനും ചാൻസ്, അത്രയുള്ള ആളുകളുമുണ്ട് അതിന് പിന്തുണയ്ക്കുന്ന സാധാരണ ജനങ്ങളടക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂർ തന്റെ ഈ ഒരു കാര്യങ്ങൾ പറയും. മാത്രമല്ല പരസ്യമായിട്ട് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കിട്ടുന്ന റിവെഞ്ചും കൂടിയുണ്ട് ശരത്. അതായത് കോൺഗ്രസ് ശശി തരൂർ എന്ന് പറഞ്ഞ ആളെ ഇതുവരെ അദ്ദേഹത്തിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടേയില്ല. അങ്ങനെ ഉപയോഗിക്കാത്ത തനിക്ക് കിട്ടുന്ന ഒരു ഡിഗ്നിറ്റി, അല്ലെങ്കിൽ തന്റെ ഡിഗ്നിറ്റി അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അത് ആർക്കും തോന്നാം അല്ലേ. അത് വ്യക്തിപരമായി നമുക്കും തോന്നാൻ, നമ്മളെ ഒരാൾ അങ്ങനെ മാനിച്ചില്ലെങ്കിൽ തോന്നും, ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആർക്കും തോന്നും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഓൾ പാർട്ടി ഡെലിഗേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോയ, അതിനെ നയിച്ച ഓൾ പാർട്ടി ഡെലിഗേഷനിൽ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കപ്പെട്ട ശശി തരൂരിനെ തിരിച്ചു വിളിക്കാനോ സംസാരിക്കാനോ അതിൻ്റെ കാര്യങ്ങൾ തിരക്കാനോ പക്വതയില്ലാത്തൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിച്ചില്ല. കേരളത്തിൽ പോലും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വം സംസാരിക്കാൻ പോലും തയ്യാറാവുന്നൊരു സാഹചര്യമില്ല. സത്യത്തിൽ അത് എപ്പിക് മൊമെന്റ് ആയേനെ. തിരിച്ചു വരുന്ന ശശി തരൂരിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് രാഹുൽ ഗാന്ധി ഒന്ന് ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ മതിയായിരുന്നു സത്യത്തിൽ. കോൺഗ്രസിന്റെ ശബ്ദമായി ലോക രാജ്യങ്ങളിൽ കോൺഗ്രസിന്റെ ശബ്ദം എപ്പോഴും ഈ കോൺഗ്രസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്,
അതായത് ആമാശയം മാത്രമേ ഉള്ളൂ, ആശയമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്. തലയ്ക്കകത്തൊന്നുമില്ല. അവർക്ക് വളരെ വ്യക്തമായി നോക്കൂ, ഞങ്ങളുടെ ശശി തരൂർ ഞങ്ങൾ പറഞ്ഞു വിട്ട ആളാണ്. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് നോക്കൂ, ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്? രാജ്യസ്നേഹമുള്ള പാർട്ടികളെയാണ് ഇന്ത്യക്കാർക്ക് വേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനകത്ത് കൈകാര്യം ചെയ്തത് പക്വതയാണെന്ന് അതെ. ഞാൻ തിരിച്ചു വന്നിട്ട് കല്യാൺ മാർഗിലുള്ള നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇവർക്ക് കൊടുക്കുന്ന വിരുന്നിന്റെ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് എത്ര രസകരമായാണെന്ന് അറിയാമോ നരേന്ദ്രമോദി ഇവരോട് സംസാരിക്കുന്നതും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും. കരിമൊഴി അവരവിടെ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റൊക്കെ നരേന്ദ്രമോദി കൊണ്ടുവന്ന് കൊടുക്കുന്ന വിഷ്വൽസ് ഒക്കെ വന്നിരുന്നു. ഓരോ ഇൻഡിവിജ്വൽസിനടുത്തും പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് വർത്തമാനം പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൃത്യമായൊരു ചാണക്യ രൂപമാണ് സത്യത്തിൽ മോദിയിൽ എന്ന് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരിക്കുന്ന വശത്താണ് മറ്റൊരു സ്ഥലത്ത് താൻ വന്നതോ പോയതോ പോലും അറിയാത്ത തന്റെ പാർട്ടിയിലെ ആളുകൾ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എന്തൊരു അപമാനമാണ് ഒരു രാഷ്ട്രീയ നേതാവിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും ഇവർ മനസ്സിലാക്കാത്ത കാര്യം, നമ്മൾ ഇപ്പൊ രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ എപ്പോഴും കണ്ടാമിണ്ടല്ലോ. ഇപ്പൊ അൻവർ കാണിച്ച പക്വതയില്ലായ്മ കണ്ടയാണ്. മറ്റേ ഷൗക്കത്ത് വന്ന് കെട്ടിപ്പിടിക്കാൻ പിന്നെ കെട്ടിപ്പിടിക്കേണ്ടത് അതൊക്കെ പഴഞ്ചൻ നയങ്ങളാണ്. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അതാണ് വേണ്ടത്. ഇപ്പൊ നോക്കൂ, രാഹുൽ ഗാന്ധി, ഞാൻ പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും നരേന്ദ്രമോദിക്ക് മുകളിൽ ആരെന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരമില്ലാതെ ഇരിക്കുന്നിടത്തോളം അത് എല്ലാ കാലത്തും ഇനി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇങ്ങനൊരു അപ്പീൽ, ഒരു ഇന്റർനാഷണൽ അപ്പീൽ, കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങൾക്ക് മോദിയെ കാണുമ്പോൾ പാവമായിട്ട് തോന്നും, പക്ഷേ ഒരു വിഷയത്തിൽ വരുന്ന സമയത്ത് വില പേശിയ കാര്യങ്ങളെ ബാർഗെയിൻ ചെയ്യാനുള്ള മോദിയുടെ കപ്പാസിറ്റി, അദ്ദേഹം എടുക്കുന്ന നിലപാട് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ മോദി നമ്മുടെ പഹൽഗാം അറ്റാക്ക് നടക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുൻപുള്ള അവസരങ്ങളിലെല്ലാം ഒരു പബ്ലിക് ഇവന്റ് പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ പേടിച്ചറിഞ്ഞിരിക്കുകയല്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നിലപാടുണ്ട്, ഞങ്ങൾ അത് തിരിച്ചു മറുപടി കൊടുത്തോളാം എന്ന് പറയുന്ന ആ സമയത്തൊക്കെ മോദി സർക്കാരിനെ കാലുവാരിയത്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ തന്നെ കാലുവാരിയത് കോൺഗ്രസ്സുകാരായിരുന്നു. അതുകൊണ്ട് ആമാശയത്തെ കൊണ്ട് മാത്രം ചിന്തിക്കുകയും ആശയമില്ലാതെ പോവുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനേക്കാൾ വലിയ ഗതികേട് വരാനില്ല. എനിക്ക് തോന്നുന്നത് തരൂര് ഇനി ഒരു അവസാനത്തെ ഒരു കരുനീക്കമായിരിക്കും. തനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞെടുക്കാനുള്ള അദ്ദേഹത്തിന് ഒരു ബാർഗിൻ കപ്പാസിറ്റിയിലേക്ക് വന്നിരിക്കുന്നു തരൂര്. തീർച്ചയായിട്ടും തരൂരിനെ ഇനി അതിനും രാഹുൽ ഗാന്ധിയുടെ പടലപ്പിണക്കങ്ങളും പേരിനപ്പുറത്തൊരു ഗാന്ധി ഉള്ളതിന്റെ ഒരു അഹങ്കാരവും ഉണ്ട് രാഹുൽ ഗാന്ധി എങ്കിൽ തീർച്ചയായിട്ടും. മാത്രമല്ല പലരുടെയും നാവടക്കേണ്ട ഒരു ചുമതല കൂടി രാഹുൽ ഗാന്ധിക്കുണ്ട്. കാരണം എത്ര പേരാണ് ഇതിനകത്ത് പറയുന്നത്, ജയറാം രമേശ് അടക്കം എത്രയോ പേരാണ് പരസ്യമായിട്ട് ശശി തരൂരിനെതിരെ പറയുക. അപ്പോഴൊക്കെ സ്വയം കൊച്ചാവുക കൂടിയാണ്. ആ ഒരു കാര്യമാണ് സത്യം പറയാൻ ശശി തരൂർ പറയാൻ പോകുന്നത്. അതായത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തനിക്കൊന്നും പ്രശ്നം കിട്ടാനില്ല, പക്ഷെ പാർട്ടിക്ക് അത് നാണക്കേടാണ്. ഈ കാര്യം കൂടെ ആയിരിക്കും ചിലപ്പോൾ എന്തായാലും വ്യക്തമാക്കാൻ പോകുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ, ഇപ്പോൾ നമ്മൾ ശശി തരൂരിനെ കാട്ടി ഉറ്റു നോക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ തീരുമാനങ്ങളാണ്. അവർ തീരുമാനിക്കും പോലെ ആയിരിക്കും ഇനി ആ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി തന്നെ. ശശി തരൂരിന് ഇക്കാര്യങ്ങളിൽ വ്യക്തമായ ബോധ്യമുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കും. അത് രാഹുൽ ഗാന്ധി എങ്ങനെ കൈക്കൊള്ളുമോ അതുപോലെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി എനിക്ക് തോന്നുന്നില്ല ഇതിനെ അപ്പുറമായിട്ട് ഇനി അധപ്പതിക്കാനൊന്നും ഇല്ല. കാരണം രാജ്യത്തിന് എതിരെ, അതായത് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് പോലും ആഘോഷിക്കാനുള്ള വകകൾ ഇട്ടുകൊടുത്താണ് രാഹുൽ ഗാന്ധിയൊക്കെ ഇതിനകത്ത് ആഘോഷം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ഒരു തിരിച്ചുവരവ്, ഇനിയൊരു കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ അത്രയും നല്ലൊരു വിഷയം അല്ലെങ്കിൽ അത്രയും നല്ലൊരു സാഹചര്യം വരേണ്ടതുണ്ട്. അല്ലാതെ ഇനി ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു രാജ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. രാജ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ അത് പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ശശി തരൂർ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഇല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും.